ഡോക്ടറെ, ഉപ്പ് ഉമ്മിക്കരിയൊക്കെ ഇട്ട് പല്ല് തേച്ചാൽ പല്ല് കൂടുതൽ വെളുക്കും. ഇത് സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് പണ്ട് വീടുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതിയായിരുന്നു. ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇനാമലിൽ തേയ്മാനം സംഭവിക്കുക ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു താൽക്കാലിക വെളുപ്പ് കിട്ടുമായിരിക്കും, പക്ഷെ അത് ശാശ്വതമല്ല. പല പേഷ്യൻസും പിന്നീട് പുളിപ്പ് പറഞ്ഞ് നമ്മളുടെ അടുത്ത് വരാറുണ്ട്. അതുകൊണ്ട് ഒരു സാധാരണ രീതിയിലുള്ള ഒരു മൈൽഡ് ഫ്ലൂറിഡേറ്റഡ് ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. 18 വയസ്സ് കഴിഞ്ഞ് പല്ലിൽ കമ്പി ഇടുന്നതാണ് നല്ലതെന്ന് പറയുന്നത് ശരിയാണോ? അത് ശരിയല്ല. ചെറിയ കുട്ടികളെ തന്നെ നമ്മൾ മിക്സഡ് ഡെന്റീഷൻ ഫേസിൽ ഒരു പീഡിയോഡോണ്ടിസ്റ്റിനെയോ ഒരു ഓർത്തഡോണ്ടിസ്റ്റിനെയോ കാണിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് മയോ ഫങ്ഷണൽ അപ്ലയൻസ് എന്ന് പറഞ്ഞ് ഈ കുട്ടികളുടെ ഗ്രോത്ത് സ്പേർട്സ് യൂട്ടിലൈസ് ചെയ്തിട്ട് തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ക്രൗഡിങ്ങോ അല്ലെങ്കിൽ പല്ല് ഉന്തുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ അത് മുന്നേ കൂട്ടി പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. 18 വയസ്സ് വരെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. കുട്ടികളുടെ പാൽപ്പല്ല് എന്തായാലും പറഞ്ഞു പോകുന്നല്ലേ ഡോക്ടറെ? അപ്പൊ അത് കേടുവന്നാലും അത്ര ശ്രദ്ധിക്കേണ്ടതില്ലല്ലോ? അങ്ങനെയല്ല. കുട്ടികളുടെ പാൽപ്പല്ലുകൾ അതേ യഥാസ്ഥാനത്ത് നിലനിർത്തിയാൽ മാത്രമേ പെർമനന്റ് ടൂത്ത് ബഡ്സ് അതിന്റെ പൊസിഷനിലേക്ക് വരുള്ളൂ. എന്തെങ്കിലും കാരണം കൊണ്ട് പാൽപ്പല്ല് കേടാവുകയോ അല്ലെങ്കിൽ അത് പറഞ്ഞു പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും സ്പേസ് മെയിൻറ്റെയിനർ അവിടെ വെക്കണം. എന്നാൽ മാത്രമേ പെർമനന്റ് ടൂത്ത് പൊസിഷനിൽ വരുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് പല്ല് ക്ലീൻ ചെയ്യുന്നത് പല്ലിന് ബലക്കുറവുണ്ടാക്കും. അത് തീരെ ശരിയല്ല. നമ്മൾ വീട്ടിൽ നിന്ന് പല്ല് തേക്കുമ്പോൾ ചില ഏരിയാസ് നമുക്ക് ഇൻആക്സസിബിൾ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടാവും. ഇങ്ങനത്തെ ഏരിയാസിൻ്റെ അകത്ത് അഴുക്ക് അടിഞ്ഞുകൂടി പിന്നെ അത് കാൽസിഫൈ ചെയ്ത് നമുക്ക് വീട്ടിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേറ്റ് വരും. ഈ സ്റ്റേറ്റിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുത്തിട്ട് പല്ല് ക്ലീൻ ചെയ്യേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 6 മാസം ഇടവേള വെച്ച് നിങ്ങൾ പല്ല് ക്ലീൻ ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോൾ പലപ്പോഴും അഴുക്ക് നീങ്ങി കഴിയുമ്പോൾ ആ പല്ല് എക്സ്പോസ്ഡ് ആകുമ്പോൾ ചില ആളുകൾക്ക് താൽക്കാലികമായ പുളിപ്പ് അനുഭവപ്പെടാറുണ്ട്. പക്ഷെ അത് അബ്സല്യൂട്ട്ലി നോർമലാണ്. അത് പല്ല് പൊട്ടിപ്പോകുന്നതോ അല്ലെങ്കിൽ ഇനാമല് പോകുന്നതോ അല്ല, നിങ്ങളുടെ അഴുക്കാണ് പോകുന്നത്. നല്ല വെളുത്ത പല്ലുകളാണ് ഏറ്റവും ആരോഗ്യമുള്ള പല്ലുകൾ. ഇത് നമ്മൾ പണ്ട് മുതലേ പരസ്യങ്ങളിൽ കണ്ടിട്ട് നമ്മളെ മനസ്സിൽ പതിഞ്ഞു പോയൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ നാച്ചുറൽ ആയിട്ടുള്ള പല്ലുകൾക്ക് ഒരു ലൈറ്റ് യെല്ലോ ടിഞ്ച് ഉണ്ട്. നമ്മൾ മോഡൽസിൻ്റെതും ഒക്കെ പല്ലുകൾ കാണുമ്പോൾ അവർക്ക് ഈ എക്സ്ട്രാ ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ വൈറ്റ്നസ് വരുന്നത് ഐദർ ബ്ലീച്ചിങ്ങോ വെനീറിങ്ങോ ഇങ്ങനത്തെ പ്രൊസീജിയേഴ്സ് ചെയ്തിട്ടാണ്.